ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സേമിയ കസ്റ്റാർഡാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിത് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് റോസ്റ്റഡ് സേമിയ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് സേമിയ ഇല്ലാത്തവരാണ് സാധാരണ സേമിയ കയ്യിലുള്ളതെങ്കിൽ ഒരല്പം ഓയിലോ നെയ്യോ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കസ്റ്റാർഡ് പൗഡറാണ്. 1/2 ലിറ്റർ പാല് ആവശ്യമായിട്ടുണ്ട്. കുറച്ച് കിസ്മിസും അതുപോലെ കാഷ്യും ഞാൻ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന സ്പൂണിൽ 4 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കസ്റ്റാർഡ് പൗഡർ. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വരുന്നുണ്ട് ഈ കസ്റ്റാർഡ് പൗഡർ. ഞാൻ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരല്പം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂണോളം പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തരികളില്ലാതെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മിക്സ് എടുക്കാനായിട്ട്. കാരണം നമ്മൾ പാലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. ഇത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഞാനിവിടെ പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പകുതി പഞ്ചസാരയും പകുതി മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. ഇനി മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര വരെ ഉപയോഗിക്കാവുന്നതാണ്. മധുരം ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് തിളച്ചു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റോസ്റ്റഡ് സേമിയ ഇട്ട് കൊടുക്കാം. റോസ്റ്റഡ് സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് 8 to 10 മിനിറ്റ്സ് ഒന്ന് കുക്കിംഗ് ടൈമായിട്ട് വരുന്നുണ്ട്. അത്രയും സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സേമിയ ഒന്ന് വെന്ത് വരുന്നവരെന്ന് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചിലപ്പം അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സേമിയ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചിട്ടുള്ള ആ മിക്സ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പെട്ടെന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം തിളച്ച് വരുന്ന സമയത്ത് മാത്രം മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം മധുരം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇടേണ്ടതാണ്. ഇപ്പോൾ ഞാൻ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യും അതുപോലെ കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ലപോലെ ഒന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ എടുക്കേണ്ടതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളുടെ സേമിയ കസ്റ്റാർഡ് ഇരിക്കേണ്ടത്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരല്പം കൂടി ഒന്ന് കുറുതാകും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സേമിയ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സാധാരണ പായസം കുടിക്കുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് ഏതാണോ സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പം ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യും അതുപോലെ കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗ്രേപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സേമിയ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.